ഭൂമിയുടെ അന്തരം പിളർന്ന് ഒരു പാതാളവാതിൽ. സൈബീരിയയിലെ ഭീമൻ ഗർത്തം അപായ സൂചന നൽകുന്നത് എന്ത്? ഏഷ്യയിലെ യാക്കൂട്ടിയയിൽ സ്ഥിതി ചെയ്യുന്ന ബെറ്റാഗെയ്ക ഗർത്തം ലോകമെമ്പാടുമുള്ള ശാസ്ത്രലോകത്തെയും പ്രകൃതി സ്നേഹികളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെർമാഫ്രോസ്റ്റ് സ്ലംബ് അഥവാ മെഗാ സ്ലംബ് ആയാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഭൂഗർഭത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മഞ്ഞുപാളികൾ ഉരുക്കി ഭീമാകാരമായിട്ടുള്ള രീതിയിൽ നിലം ഇടിഞ്ഞു തന്നാണ് ഈ ഒരു ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. പ്രാദേശിക ജനങ്ങൾ ഇതിനെ ഭയത്തോടെയും അതേപോലെ തന്നെ കൗതുകത്തോടെയും പാതാളത്തിലേക്കുള്ള വാതിൽ അഥവാ ഗേറ്റ് വേ ടു ഹെൽ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഏതാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് രൂപം പ്രാപിച്ച് തുടങ്ങിയിട്ടുള്ള ഈ ഒരു ഭീമൻ ഗർത്തം എന്ന് പറയുന്നത് ഇന്ന് വൻ തോതിലാണ് വികസിച്ചു കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഏകദേശം 1 കിലോമീറ്ററോളം നീളവും ഏതാണ്ട് 80 മുതൽ 100 മീറ്റർ വരെ ആഴവും ഇതിനുണ്ട് എന്നുള്ളതാണ്. ആകാശത്തു നിന്നും ഡ്രോൺ ദൃശ്യങ്ങളിലൂടെ നോക്കിയാൽ ഭൂമിയിൽ പതിഞ്ഞ വലിയൊരു മുറിവ് പോലെയാണ് ഈ ഭീമൻ കുഴി കാണപ്പെടുന്നത്. വർഷം തോറും ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ചുറ്റുമുള്ള പ്രദേശങ്ങളെയും വലിയ തോതിൽ ഭയപ്പെടുത്തുന്നുണ്ട്. ഈ വിചിത്ര പ്രതിഭാസത്തിന് പിന്നിൽ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനവും അതേപോലെ തന്നെ ആഗോള താപനവുമാണ്. വേനൽക്കാലത്ത് ശക്തമായിട്ടുള്ള സൂര്യപ്രകാശമേറ്റ് ഉപരിതലത്തിലെ മണ്ണ് ചൂടാവുമ്പോഴും തുടർന്ന് ഭൂമിക്കടിയിലെ വർഷങ്ങൾ പഴക്കമുള്ള മഞ്ഞുപാളികൾ ഉരുക്കി അത് താഴുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പ്രക്രിയയ്ക്ക് ആക്കം കൂടുമ്പോൾ അടിത്തട്ടിലെ മണ്ണും പാറകളും ഒക്കെ തന്നെ ഇടിഞ്ഞ് താഴുന്നതാണ് ഇത്തരം വലിയ ഗർത്തങ്ങൾ രൂപപ്പെടാൻ കാരണമെന്ന് പറയുന്നത്. പ്രത്യേകിച്ചിട്ട് വേനൽക്കാലത്ത് കടുത്ത ചൂടിൽ മഞ്ഞുരുകുമ്പോൾ ഈ ഗർത്തത്തിൻ്റെ അകത്തു നിന്നും വലിയ ശബ്ദങ്ങളും വിള്ളലുകൾ രൂപപ്പെടുന്നതിൻ്റെ ഞെട്ടിക്കുന്ന ഒച്ചകളും കേൾക്കാറുണ്ട്. ഈ ഭീമാകാരമായിട്ടുള്ള അന്തരീക്ഷവും ശബ്ദവിശേഷങ്ങളുമാണ് ഗ്രാമീണർക്കിടയിൽ ഇതിന് പാതാളത്തിലേക്കുള്ള വാതിൽ എന്ന പേര് നേടിക്കൊടുത്തത് തന്നെ. ശബ്ദത്തോടൊപ്പം തന്നെ നിലം ഇടിയുന്ന ഈ കാഴ്ച ഏതൊരു സാഹസികനെയും വിറപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗർത്തം ഭൂമിയുടെ ചിത്രത്തിലേക്ക് തുറക്കപ്പെട്ടിട്ടുള്ള ഒരു ജാലകം കൂടിയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് മഞ്ഞിനടിയിൽ മൂടപ്പെട്ട് കിടന്ന പല രഹസ്യങ്ങളും ഈ ഗർത്തത്തിൻ്റെ തുറന്ന ചുമരുകളിൽ നിന്നും ഗവേഷകർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 6,50,000 വർഷത്തിലധികം പഴക്കമുള്ള മഞ്ഞുപാളികളുടെ അവശിഷ്ടങ്ങളും അന്നത്തെ കാലത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ തെളിവുകളും ഇതിനുള്ളിൽ വ്യക്തമായിട്ട് പതിഞ്ഞു കിടപ്പുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചരിത്രാതീത കാലത്തെ ജീവൻ്റെ ശേഷിപ്പുകളും അതുപോലെ തന്നെ ഈ മഞ്ഞുപാളികൾക്കുള്ളിൽ നിന്നും പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിലെ കുതിരകൾ, അതേപോലെ തന്നെ ചരിത്രാതീത കാലത്തെ കാട്ടുപോത്തുകൾ, ഗുഹാസിംഹങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇതിൻ്റെ ചുമരുകളിൽ നടത്തിയിട്ടുള്ള പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുരാതന കാലത്തെ മരങ്ങളുടെ അവശിഷ്ടങ്ങളും സസ്യങ്ങളുടെ പരാഗണ രേണുക്കളും ഇവിടെ നിന്നും ഗവേഷകർക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഭൂമിയുടെ അന്തർഭാഗത്തെ ചരിത്രം പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായകരമാകുമ്പോഴും ഇതിൻ്റെ വളർച്ച മനുഷ്യരാശിക്ക് നൽകുന്ന അപായ സൂചന ചെറുതൊന്നുമല്ല എന്നുള്ളതാണ്. ഗർത്തം വലുതാകും തോറും അതിനുള്ളിൽ നൂറ്റാണ്ടുകളായിട്ട് അടിഞ്ഞുകൂടിയിരുന്ന വലിയ അളവിലുള്ള കാർബണും അതേപോലെ തന്നെ ഹരിതഗൃഹവാതകങ്ങളും അന്തരീക്ഷത്തിലേക്ക് തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് ആഗോള താപനത്തിൻ്റെ വേഗത ഇനിയും വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയിലാണ് ശാസ്ത്രജ്ഞന്മാർ. ചുരുക്കി പറഞ്ഞാൽ ഭൂമി ചൂടുപിടിക്കുന്നതിൻ്റെ ആഘാതം ഭീമാകാരമാണതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതായത് യാക്കൂട്ടിയയിലെ ഈ ഭൂഗർഭ ഗർത്തം എന്ന് പറയുന്നത്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകരുമ്പോൾ ഭൂമി സ്വന്തം മുഖത്ത് വരുത്തുന്ന വലിയൊരു വിള്ളലായാണ് പരിസ്ഥിതി വിദഗ്ധർ ഇതിനെ കാണുന്നത് തന്നെ. വരും കാലങ്ങളിൽ ആഗോള താപനത്തെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇത്തരം പാതാളവാതിലുകൾ ഭൂമിയുടെ മറ്റു ഭാഗങ്ങളിലും രൂപപ്പെടാമെന്ന
മുന്നറിയിപ്പാണ് ഈ ഒരു പ്രതിഭാസം നൽകുന്നത് തന്നെ.